ഇനിയും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ആദ്യ ക്വാളിഫയർ ഏറ്റുമുട്ടാൻ വേണ്ടി. ഈ 17 സീസണിൽ 2 തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യമായിട്ടാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് വരുന്നത്. അതുമാത്രമല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2 തവണ ചാമ്പ്യന്മാരായപ്പോൾ ആ 2 തവണയും ക്യാപ്റ്റൻ ഗൗതം ഗംഭീർ ആയിരുന്നു. ആ ഗൗതം ഗംഭീറാണ് ഇന്ന് അവരുടെ ടീം മെന്റർ. ത്രസിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു KKR ഈ സീസണിൽ കാഴ്ചവെച്ചത്. 14 കളിയിൽ 9 ജയവും 3 കളി തോൽവിയും വഴങ്ങി. അതോടൊപ്പം 2 കളി മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പോയിന്റ്സ് 20ലേക്ക് എത്തി. നരേനെയും റസലിനെയും പോലുള്ള മികച്ച ഓൾറൗണ്ടേഴ്സ് ഉള്ളതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ശക്തി. അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം പിന്തള്ളപ്പെട്ടുപോയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആകെ 2 തവണ മാത്രമേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ കടന്നിട്ടുള്ളൂ. അത് 2014-ലും 2018-ലുമായിരുന്നു. 2014-ൽ RCBയെ തോൽപ്പിച്ച് അവർ ചാമ്പ്യന്മാരായപ്പോൾ 2018-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ അവർ ഫൈനലിൽ വീണു. SRHന്റെ ഈ സീസണിലെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ 14 കളിയിൽ 8 വിജയവും 5 തോൽവിയും വഴങ്ങിയപ്പോൾ 1 കളി മഴ ഉപേക്ഷിച്ചു. അങ്ങനെ മൊത്തത്തിൽ 17 പോയിന്റുമായിട്ട് 2-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ട്രാവിസ് ഹെഡും എൻറിച്ച് ക്ലാസനും അഭിഷേക് ശർമ്മയും പോലുള്ള വമ്പൻ അടിക്കാർ ടീമിലുണ്ടെങ്കിലും ഓസ്ട്രേലിയയെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ ODI വേൾഡ് കപ്പും ജയിപ്പിച്ച പാറ്റ് കമൻസ് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വജ്രായുധം. ക്യാപ്റ്റൻ എന്ന നിലയിൽ കമൻസ് എടുക്കുന്ന പല തീരുമാനങ്ങളുമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ സീസണിലെ അടിപൊളി പെർഫോമൻസിന് കാരണം. ഇന്നത്തെ വിജയികൾക്ക് നേരിട്ട് ഫൈനലിൽ എത്താവുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം പൊടി പാറുമെന്ന് ഉറപ്പ്. തോൽക്കുന്നയാൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിലെ വിജയിയായിരിക്കും ക്വാളിഫയർ 2-ൽ നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇന്ന് പൊടിപാറും മത്സരമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും വിജയിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.